സീസൺ 6-ലെ ഏറ്റവും നല്ല ഗെയിമേഴ്സിൽ ഒരാളാണ് അസി റോക്കി. എങ്കിൽ കൂടിയും ദേഷ്യം നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അസി റോക്കി പിന്നിലാണ്. ഇപ്പോഴിതാ സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിൽ അസി റോക്കി വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. നേരത്തെ തന്നെ ജാസ്മിൻ ഗബ്രി കോംബോയുമായുള്ള തർക്കത്തിനിടെ ദേഷ്യം വന്ന് റോക്കി ബിഗ് ബോസ് വീട്ടിലെ പ്രോപ്പർട്ടി ഇടിച്ച് നശിപ്പിച്ചിരുന്നു. അതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം ശിക്ഷയും റോക്കിക്ക് ലഭിച്ചിരുന്നു. സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്താൽ പിന്നെ ഹൗസിൽ നിലനിൽപ്പ് സാധ്യമല്ല. പുതിയ പ്രൊമോയിൽ റോക്കിയും സിജോയും ഹൗസിലെ ഹാളിൽ വെച്ച് വലിയ വാക്കേറ്റത്തിൽ ഏർപ്പെടുന്നതും പരസ്പരം വെല്ലുവിളിക്കുന്നതും ഒക്കെ കാണുന്നുണ്ട്. അതിനിടയിൽ റോക്കി സിജോയോട് ധൈര്യമുണ്ടെങ്കിൽ ദേഹത്ത് കൈവച്ച് നോക്കുമെന്ന് പറയുന്നതും അത് കേട്ട് കൈവച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് സിജോ റോക്കിയുടെ തോളിൽ കൈവയ്ക്കുന്നതും കാണാം. ഉടൻ തന്നെ മർദ്ദിക്കാൻ റോക്കി കൈപൊക്കുന്നതും പ്രൊമോയിൽ കാണുന്നുണ്ട്. മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം റോക്കിയുടെ പ്രവൃത്തി കണ്ട് അന്താളിച്ച് നിൽക്കുന്നതും പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. സിജോയും റോക്കിയും തമ്മിൽ തുടക്കത്തിലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇരുവരും വഴിപിരിഞ്ഞു. ആദ്യത്തെ ബോൾ ടാസ്ക് കഴിഞ്ഞപ്പോൾ തന്നെ സിജോയും റോക്കിയും അകന്നിരുന്നു. മാത്രമല്ല ഈ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ സിജോയെ തനിക്ക് വിശ്വാസമില്ലെന്ന് റോക്കി പരസ്യമായി പറയുകയും ചെയ്തിരുന്നു. ഹൗസിൽ വന്ന 1-ാം ദിവസം മുതൽ ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന മത്സരാർത്ഥിയാണ് റോക്കി. പക്ഷേ തർക്കങ്ങളിൽ ഏർപ്പെടുമ്പോൾ നടത്തുന്ന പദപ്രയോഗങ്ങളും വെല്ലുവിളികളും മോശമായ രീതിയിലാണ്. അത് പലപ്പോഴും റോക്കിക്ക് തന്നെ വിനയാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുമല്ല പലപ്പോഴായി ഈ കാര്യങ്ങളൊക്കെ ആവർത്തിച്ചപ്പോൾ റോക്കി പുറത്താകുന്നെങ്കിൽ അത് ഫിസിക്കൽ അസാൾട്ടിൻ്റെ പേരിലായിരിക്കുമെന്നും നമ്മളൊക്കെ കരുതിയിരുന്നതാണ്. 6 വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് താൻ ബിഗ് ബോസിലേക്ക് വന്നതെന്ന് ആവർത്തിച്ച് പറയാറുള്ള റോക്കി സഹമത്സരാർത്ഥിയെ കയ്യേറ്റം ചെയ്ത മത്സരത്തിൽ നിന്നും പുറത്തായതിൽ ആരാധകരും നിരാശയിലാണ്. ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള ഒരു മത്സരാർത്ഥി കൂടിയായിരുന്നു അസി റോക്കി. റോക്കി പുറത്തായി എന്നുള്ള വാർത്ത തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പുതിയ അപ്ഡേറ്റ്സിനായി വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.